നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പാഠം ഏതായിരുന്നു നമുക്ക് റിവിഷൻ കഴിഞ്ഞത്? സിംഹത്തെ തോൽപ്പിച്ച മുയൽ. ആ പാഠഭാഗം എല്ലാവരും വായിച്ച പാഠം വായിച്ചു. അർത്ഥം, വിപരീതം, ചോദ്യോത്തരങ്ങൾ എല്ലാം പഠിച്ചു. പഠിക്കുന്ന മാമിനെ അറിയാം, നല്ല കുട്ടികളാണ്, എല്ലാവരും വായിച്ചു പഠിക്കും. റിവിഷൻ ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത പാഠം എന്ന് പറയുന്നത് ഏതാണ്? ഓണം. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ഓണം എല്ലാവരും മനോഹരമായി ആഘോഷിച്ചില്ലേ? പാഠഭാഗം നന്നായി വായിച്ചു അല്ലേ? അർത്ഥവും വിപരീതവും ഉത്തരങ്ങളൊക്കെ മാം ഒന്നും കൂടി പറഞ്ഞു തരാം, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോ എല്ലാവരും പാഠഭാഗവും അതിന്റെ അർത്ഥവും വിപരീതവും ഒക്കെ പഠിക്കാനായി മാം ബോർഡിൽ എഴുതുന്നുണ്ട്. പരീക്ഷയ്ക്ക് വരുന്ന മാതൃകയിലാണ് മാം ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്, എന്താണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് എന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. അർത്ഥം കണ്ട, അർത്ഥത്തിന് മേം ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? തല, അപേക്ഷിച്ചു, ജനങ്ങൾ. ബ്രാക്കറ്റ് ഏതൊക്കെ പദങ്ങളാണെന്ന് നോക്കൂ. യാചിച്ചു, ശിരസ്, പ്രജകൾ. കണ്ട, അപ്പൊ ഒന്നാമത്തെ വാക്ക് ഏതാണ്? യാചിച്ചു. യാചിച്ചു എന്ന് പറഞ്ഞാല് ബ്രാക്കറ്റിൽ 3 വാക്കുണ്ട്. ഏതാണ്? തല, അപേക്ഷിച്ചു, ജനങ്ങൾ. ഇതിലേതാ വരിക? ആർക്കും ഓർമ്മ വന്നത്? ഓർമ്മ വന്നു അല്ലേ? യാചിച്ചു എന്ന് പറഞ്ഞാല് അപേക്ഷിച്ചു. യാചിച്ചു, അപേക്ഷിച്ചു. നമുക്കവിടെ എഴുതാം. ആ ബേ ഷീച്ചു. എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപേക്ഷിച്ചു, യാചിച്ചു, അപേക്ഷിച്ചു. രണ്ടാമത്തെ പദം ഏതാ? ശിരസ്. ശിരസ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? തല. ശിരസ്, തല. തല. ഇനി അടുത്ത വാക്ക് നോക്കൂ. പ്രജകൾ. പ്രജകൾ എന്ന് വരുമ്പോ ഏതാ വരിക? ജനങ്ങൾ. പ്രജകൾ എന്ന് പറഞ്ഞാല് ജനങ്ങൾ. ജനങ്ങൾ. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പറയുമ്പോ എഴുതാൻ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ 3 അർത്ഥം പഠിച്ചു. ഏതാ 3 അർത്ഥം? യാചിച്ചു, അപേക്ഷിച്ചു, ശിരസ്, തല, പ്രജകൾ, ജനങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിരിച്ചെഴുതാണ്. പിരിച്ചെഴുതുക എന്ന് പറയുമ്പോൾ അർത്ഥവ്യത്യാസം കൂടാതെ അർത്ഥമുള്ള പദങ്ങളായിട്ട് പിരിച്ചെഴുതുക. അതിലെ ഒന്നാമത്തെ പദം ഒന്ന് വായിക്കൂ. ഒത്തൊരുമ. എങ്ങനെയാ നമ്മളത് പിരിച്ചെഴുതുക? ഒത്ത് പ്ലസ് ഒരുമ. ഒത്തൊരുമ, ഒത്ത് പ്ലസ് ഒരുമ. ഒത്ത് പ്ലസ് ഒരുമ. അടുത്ത പദം വായിക്കോ. ദേശീയോത്സവം. പദം വായിച്ചേ. ദേശീയോത്സവം. എങ്ങനെയാ പിരിച്ചു പറയുക? ദേശീയ പ്ലസ് ഉത്സവം. ദേശീയ പ്ലസ് ഉത്സവം. ഏതാ പദം? ദേശീയോത്സവം. ദേശീയ പ്ലസ് ഉത്സവം. അടുത്ത പദം എന്ന് പറഞ്ഞേ. പൂക്കളം ഒരുക്കും. നിങ്ങൾ വീട്ടിലെ അത്തകളിടാറില്ലേ? ഓണത്തിന് അത്തകളിടാറില്ലേ? അപ്പൊ ആ വാക്ക് നമുക്ക് പരിചയമുണ്ട്. എങ്ങനെ പിരിച്ചു പറയാ? പൂക്കളം പ്ലസ് ഒരുക്കും. പൂക്കളം പ്ലസ് ഒരുക്കും. അപ്പൊ 3 പിരിച്ചെഴുതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒത്തൊരുമ, ഒത്ത് പ്ലസ് ഒരുമ. ദേശീയോത്സവം, ദേശീയ പ്ലസ് ഉത്സവം. പൂക്കളം ഒരുക്കും, പൂക്കളം പ്ലസ് ഒരുക്കും. അപ്പൊ ഈ പാഠഭാഗത്ത് അർത്ഥം പഠിച്ചു, വിപരീതം ഈ പാഠഭാഗത്തില്ല. പിരിച്ചെഴുതുക പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ റഫ് ബുക്കില് 5 ടൈംസ് എഴുതി വെക്കണം. പഠിക്കും വേണം. മാം റിവിഷൻ ക്ലാസ്സിന് വരുമ്പോൾ അതായത് ലൈവ് ക്ലാസ്സിന് വരുമ്പോൾ കാണിച്ചു തരണം. അപ്പൊ മാം പറയുന്ന ഭാഗം മാത്രം പഠിച്ചാൽ മതി. അർത്ഥവും അതേപോലെ തന്നെ പിരിച്ചെഴുതുകയും 5 പ്രാവശ്യം എഴുതി വെക്കണം. അതേപോലെ ടെസ്റ്റ് പേപ്പർ ഇടും, അത് നിങ്ങൾ എഴുതി വെക്കണം. അതായത് ടെസ്റ്റ് പേപ്പർ നന്നായി പഠിച്ച് കാണാതെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി അടുത്ത ഭാഗമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.